ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇന്നലെ ഇട്ടിരുന്ന നമ്മുടെ എൽസമ്മയുടെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോറ് കഴിക്കാനെടുത്തെങ്കിലും ഒന്നും കഴിക്കാൻ എൽസമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഡൈനിങ് ടേബിളിലിരുന്ന് അടുക്കള വാതിലിലൂടെ വെറുതെ കണ്ണും നട്ട് അവർ ഓരോന്ന് ആലോചിച്ച് കൂട്ടി. എന്നാലും ശ്രീജ ലക്ഷ്മിയെപ്പോലല്ല അവൾ. ലക്ഷ്മി വന്നത് റബ്ബർ വെട്ടാൻ വരുന്ന രണ്ടാമത്തെ സ്ത്രീയാണ്. റബ്ബർ വെട്ടാൻ നേരത്ത് മാത്രമല്ല, ഷീറ്റടിക്കാൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം ആ പെണ്ണ് ഇങ്ങോട്ട് വരും, എന്തേലും സംസാരിക്കും. നല്ല സ്നേഹമാണ്. ആ ചെറുക്കനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവൾക്ക് 100 നാവായിരുന്നു. സ്വന്തം തള്ളയെപ്പോലെയാണ് അവളെ കൊണ്ട് നടക്കുന്നത് എന്നവൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം അല്ലെങ്കിലും അവൻ എൻ്റെ മോൻ തന്നെയല്ലയോ അമ്മാമ്മേ, ശ്രീജ തന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് എൻ്റെ കർത്താവേ, എത്ര നാളായി കാണും ഇത് തുടങ്ങിയിട്ട്. ആ ചെറുക്കനും ആൾ കൊള്ളാമല്ലോ. ഹേ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കൊള്ളാം. ആൻഡോ മോശമാണോ? എത്ര തവണ വിളിച്ചിട്ടാ അവൻ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കിയത്. ആ നേരം അവൻ്റെ മുഖത്തെ ഭാവം, ഷോ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന്. അവനും ഇതുപോലെ ആരെങ്കിലും ചെയ്ത് കാണുമോ? ആർക്കറിയാം. ഫോൺ ബെല്ലടിച്ചപ്പോൾ എൽസമ്മ ചിന്തകളിൽ നിന്നുണർന്നു. എബി ആയിരുന്നു. എബിയോട് സംസാരിക്കുന്നതിനിടയിലാണ് എൽസമ്മ ശ്രദ്ധിച്ചത്. തൻ്റെ അവിടെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു നനവ് പടർന്നിരിക്കുന്നു. ഒപ്പം തനിക്കെന്നോ നഷ്ടപ്പെട്ട ആ തരിപ്പും. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മാമ്മേ? പതിവ് പോലെ കാലത്ത് 6 മണിക്ക് റബ്ബർ വെട്ടാൻ പോകാൻ വീട് പൂട്ടി പുറത്തിറങ്ങിയ എൽസമ്മയോട് കാർപോച്ചിൽ കാത്തുനിന്ന ഷീജയും ലക്ഷ്മിയും ചോദിച്ചു. നല്ലതായിരുന്നു. മോന് ജോലിയായപ്പോൾ തന്നെ അങ്ങോട്ട് പോകണമെന്ന് വെച്ചതാ. ഒരു നേർച്ച ഉണ്ടായിരുന്നേ. ഇനി അവൻ വന്നിട്ട് ഒന്നുകൂടെ പോകണം. സംസാരിച്ചുകൊണ്ട് മൂവരും കൂടി റബ്ബർ തോട്ടത്തിലേക്ക് നീങ്ങി. ചെറിയ ഇരുട്ടുണ്ടായിരുന്നതിനാൽ ഷീജയെ കണ്ടപ്പോൾ ഉണ്ടായൊരു അസ്വസ്ഥത എൽസമ്മയ്ക്ക് മറക്കാൻ കഴിഞ്ഞു. അമ്മാമ്മേ, ഇന്ന് ഇവള് വന്ന് ഷീറ്റ് അടിച്ചോളുവേ. അമ്മാമ്മ ഇല്ലാഞ്ഞ 2 ദിവസവും ഞാനാ അടിച്ചേ. മുമ്പിൽ നടന്നിരുന്ന ശ്രീജ പിറകിലായിരുന്ന എൽസമ്മയോട് ഉച്ചത്തിൽ പറഞ്ഞു. അടിച്ചതൊക്കെ അവിടെ തന്നെ കിടക്കുവാണോ ശ്രീജേ? ഇന്നലത്തെ അവിടെ തന്നെ അമ്മാമ്മേ. അടിച്ചു കഴിഞ്ഞപ്പോൾ മഴയായിപ്പോയി. ഇന്നിപ്പോൾ പോകുന്നതിന് മുമ്പ് എടുത്തോണ്ട് വരാം. അത് മതി ശ്രീജേ. ചേച്ചി, ഞാനപ്പോൾ ഇന്നും നാളെയും വരാം. ചൊവ്വാഴ്ച തേച്ചി വന്നോളുമല്ലോ? ലക്ഷ്മി ചോദിച്ചു. ഓ, ചൊവ്വാഴ്ച ഞാൻ വന്നടിച്ചോളാം. മുമ്പിൽ നടന്നിരുന്ന ശ്രീജയിൽ നിന്ന് എൽസമ്മയ്ക്ക് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. വേണ്ട എന്ന് എൽസമ്മയുടെ മനസ്സ് പറഞ്ഞെങ്കിലും മുമ്പിൽ നടക്കുന്ന ശ്രീജയുടെ തുളുമ്പുന്ന പിന്നഴകിലേക്ക് ഇടയ്ക്കിടെ കണ്ണുകൾ പോയി. ആ ചുരിദാറിനുള്ളിലുള്ള സൗന്ദര്യം തലേന്ന് കണ്ടത് എൽസമ്മയുടെ ഉള്ളിൽ മിന്നിക്കൊണ്ടിരുന്നു. ശ്രീജയുടെ ശരീരത്തോടുള്ള അഭിനിവേശമായിരുന്നില്ലത്. പകരം മുമ്പിൽ നടക്കുന്ന സാധാരണ കുടുംബിനിയായ ആ പെണ്ണ് തലേന്ന് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലെ മകനൊപ്പം പരിപാടിയിൽ ഏർപ്പെട്ടത് കണ്ടതിൻ്റെ ഒരു കോരിത്തരിപ്പായിരുന്നു. ശ്രീജയുടെ ഒരു പരമരഹസ്യം തനിക്കറിയാമെന്ന ചിന്ത എൽസമ്മയെ അസ്വസ്ഥയാക്കി. റബ്ബർ വെട്ടിക്കഴിഞ്ഞ് പതിവ് ഞായർ പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോയിട്ട് എൽസമ്മ തിരിച്ച് വീട്ടിൽ വന്നു. തൊഴുത്തിൻ്റെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ പോയി നോക്കിയപ്പോൾ ശ്രീജ റബ്ബർ ഷീറ്റുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നീട് എൽസമ്മ പള്ളിയിൽ വെച്ച് ആൻഡോയെ കണ്ട കാര്യം ഓർത്തു. എന്തുകൊണ്ടോ അവൻ്റെ മുഖത്ത് നോക്കാൻ മടി തോന്നി. ഒന്നും സംസാരിച്ചില്ല, ചിരിച്ചു കാണിച്ചു. ഇന്നലെ തോട്ടത്തിൽ ശ്രീജയും ആ ചെറുക്കനും കൂട്ടിക്കാട്ടിയതൊക്കെ ആൻഡോയ്ക്കും അറിയാമോ? ഇടയ്ക്കിടെ അവൻ്റെ കൂർത്തു നിന്നിരുന്ന നിക്കർ ഓർമ്മ വരും. ഷേ, കാട് കയറുന്ന തൻ്റെ ചിന്തകൾ അതിരുവിടുന്നുവെന്ന് മനസ്സിലാക്കിയ എൽസമ്മ സ്വയം ശപിച്ചു. പള്ളിയിൽ വേദപുസ്തകം വായിക്കുമ്പോഴും ഇടയ്ക്കിടെ ശ്രദ്ധ പോയി. എൻ്റെ കർത്താവെ പൊറുക്കണേ. മെഴുകുതിരി കത്തിച്ച ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ എൽസമ്മ പറഞ്ഞു. വൈകുന്നേരം ആൻഡോ ഫോൺ വിളിച്ചു. മമ്മി, എന്തോ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ എൽസമ്മയുടെ കണ്ണ് നിറഞ്ഞു. മകനെ പോലെ താൻ കാണുന്ന ആൻഡോയ്ക്കൊപ്പം കാണാൻ പാടില്ലാത്തതാണ് കണ്ടതെങ്കിലും കാലമെല്ലാം മറവിയിലാക്കും എന്ന് എൽസമ്മ പ്രതീക്ഷിച്ചു. ഞായറാഴ്ച വൈകുന്നേരം കോളേജിലേക്കുള്ള 5 മണിക്കൂർ നീണ്ട ബസ് യാത്രയിൽ
കഴിഞ്ഞ 1-2 ദിവസങ്ങളെ പറ്റിയായിരുന്നു ആൻഡോയുടെ ചിന്ത. രാവിലെ പള്ളിയിൽ വെച്ച് എൽസമ്മയെ കണ്ടെങ്കിലും ഒന്നും സംസാരിച്ചില്ല. ഒന്ന് ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്തു. തനിക്ക് അവരെ ഫേസ് ചെയ്യാൻ മടിയുള്ളതുപോലെ തോന്നി. കണ്ണടയ്ക്കുമ്പോഴെല്ലാം തോട്ടത്തിൽ കണ്ട ആ കാഴ്ചയാണ് തെളിഞ്ഞു വരിക. എന്നാൽ ശ്രീജയുടെയും മകൻ്റെയും വീഴ്ചയേക്കാൾ ആൻഡോയുടെ മനസ്സിനെ മതിച്ചത് എൽസമ്മയുടെ നിസ്സംഗതാ മനോഭാവമായിരുന്നു. തോട്ടത്തിൽ നടന്നത് മൊത്തം എൽസമ്മ നോക്കിക്കൊണ്ട് നിന്നത് ആൻഡോ ഓർത്തു. കാണുന്നത് അറപ്പുളവാക്കുന്നതാണെങ്കിൽ കണ്ണുകൾ അടയ്ക്കേണ്ടതാണ്, മുഖം മാറ്റേണ്ടതാണ്. പക്ഷെ ഒന്നും ചെയ്തില്ല. പിന്നെ തൊഴുത്തിൽ വെച്ച് കണ്ടതാരോരും പറയണ്ടെന്ന് പറഞ്ഞു. ആൻറ്റിക്കും ഇതൊക്കെ ഇഷ്ടമാണോ? അറിയില്ല. ആൻറ്റിയെ പറ്റി ഒന്നും അറിയില്ല. ഭർത്താവ് മരിച്ചിട്ട് കുറേ നാളായില്ലേ? ചിന്തകൾ ആൻഡോയുടെ വായിൽ വെള്ളം നിറച്ചു. യാത്രക്കിടയിൽ ആൻഡോ ഫോൺ എടുത്ത് എൽസമ്മയെ വിളിച്ചു. ഹലോ മമ്മി, എന്തുണ്ട്? ആൻറ്റി എന്ന് വിളിക്കാനാണ് കരുതിയതെങ്കിലും നിത്യാഭ്യാസം തെറ്റിച്ചു. തലേന്ന് നടന്നതിനെ പറ്റിയും പിന്നെ ശ്രീജ ചേച്ചിയെ കണ്ടോ എന്നും ഒക്കെ ചോദിക്കണമെന്ന് കരുതിയാണ് വിളിച്ചതെങ്കിലും ബസ്സിലെ സ്വകാര്യത കുറവത് തടഞ്ഞു. കുറച്ച് കുശലം പറഞ്ഞതിന് ശേഷം വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞു വെച്ചു. ഫോണിലെ എൽസ് മമ്മി എന്ന കോണ്ടാക്റ്റിൽ നോക്കി കുറച്ച് നിമിഷങ്ങൾ ഇരുന്നതിന് ശേഷം എഡിറ്റ് ഓപ്ഷനിൽ പോയി എൽസ ആൻറ്റി എന്ന് ആൻഡോ ടൈപ്പ് ചെയ്തു. അങ്ങനെ ചൊവ്വാഴ്ചയായി. രാവിലെ റബ്ബർ വെട്ടിക്കഴിഞ്ഞ് ഇന്ന് താൻ വന്ന് ഷീറ്റ് അടിച്ചോളും എന്ന് ലക്ഷ്മിക്ക് ശ്രീജ ഉറപ്പ് കൊടുത്തത് മുതൽ എൽസമ്മയ്ക്കൊരു നെഞ്ചിരിപ്പാണ്. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന് മനസ്സ് മാറ്റാൻ ശ്രമിച്ചെങ്കിലും എൽസമ്മ ഇടയ്ക്കിടെ വീട്ടിലെ ക്ലോക്കിൽ സമയം നോക്കിക്കൊണ്ടിരുന്നു. കുളിയും കഴിപ്പും ഒക്കെ കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ 10:45. ഏതോ ആകാംക്ഷ നിറച്ച കോരിത്തരിപ്പിൽ എൽസമ്മ അസ്വസ്ഥയായി. മുറിയിൽ പോയി കഴുകി ഉണക്കിയ തുണികൾ മടക്കിയിടാൻ ആരംഭിച്ചെങ്കിലും ഒട്ടും സ്വസ്ഥത തോന്നിയില്ല. കിടക്കയിലിരുന്ന് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ഒന്ന് പോയി നോക്കാം എന്ന് എൽസമ്മയ്ക്ക് തോന്നി. അന്തരീക്ഷം ഇരുണ്ടു മൂടിക്കിടക്കുന്നതിനാൽ കുടയുമെടുത്ത് എൽസമ്മ വീട് പൂട്ടി ഇറങ്ങി. രാവിലെ റബ്ബർ വെട്ടാൻ വരുമ്പോൾ മാത്രമേ പെണ്ണുങ്ങൾ റോഡ് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇരുട്ടല്ലേ? ഷീറ്റടിക്കാൻ വരുമ്പോൾ അവർ ഇടവഴികളും തോട്ടങ്ങളും കയറി ഇറങ്ങും. ശ്രീജ അവളുടെ വീട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ കുറച്ച് നടന്ന് ഇടവഴി ഇറങ്ങി വെയ്യാരം വീട്ടുകാരുടെ പാടം മുറിച്ച് കടക്കും. എന്നിട്ട് അമേരിക്കയിലുള്ള ഇട്ടിച്ചൻ്റെ 8 ഏക്കർ റബ്ബർ പുരയിടം കടന്ന് എൽസമ്മയുടെ പറമ്പിൽ കയറും. അതാണ് പതിവ്. ചെറിയ കാറ്റിൽ ഇലകളും കമ്പുകളും ഉണ്ടാക്കുന്ന ശബ്ദം നല്ലൊരു മറയായിരുന്നെങ്കിലും ഓരോ ചുവടും സൂക്ഷിച്ചു വെച്ചാണ് എൽസമ്മ നടന്നത്. ഇടയ്ക്കൊന്ന് നിന്ന് ചുറ്റുവട്ടമെല്ലാം നോക്കി. ആര് വരാനാ? എങ്ങും കണ്ണെത്താ ദൂരത്ത് റബ്ബർ മരങ്ങൾ മാത്രം. നടന്ന് എൽസമ്മ കുന്നിൻ കയറ്റത്തെത്തി. ഉച്ചത്തിലാകുന്ന ഹൃദയമിടിപ്പിനൊപ്പം സമ്മർദ്ദത്താൽ ശരീരം ഇറയ്ക്കുന്ന പോലെ എൽസമ്മയ്ക്ക് തോന്നി. അല്പം കുനിഞ്ഞ് 2-3 ചുവടുകൾ വെച്ച് ഒരു റബ്ബർ മരത്തിൻ്റെ പിറകിൽ നിന്ന് എൽസമ്മ കഴുത്ത് നീട്ടി നോക്കി. എന്നിട്ട് പെട്ടെന്ന് മരത്തിൻ്റെ പിറകിൽ മറഞ്ഞു. ഉണ്ട്, ശ്രീജയും അരുണും അവിടുണ്ട്. എൽസമ്മ ഒരു മിന്നായം പോലെ അവരെ കണ്ടു. സുഖത്താൽ മൂളുകയും ഞെരുങ്ങുകയും ചെയ്യുന്ന ശ്രീജയുടെ ശബ്ദം കേൾക്കാം. 2 പേരും പരിപാടിയിലാണെന്ന് എൽസമ്മയ്ക്ക് മനസ്സിലായി. ത്വരിതമായ ശ്വാസഗതിയോടെ എൽസമ്മ ആ മരത്തിൻ്റെ പുറകിൽ മുട്ടുകുത്തിയിരുന്നു. ചുറ്റിനും ഒന്ന് കണ്ണോടിച്ച ശേഷം കഴുത്തിലുള്ള സ്വർണ്ണക്കുരിശിൽ പിടിച്ച് കർത്താവേ എന്ന് മനസ്സിൽ പറഞ്ഞ് അവരൊന്നുകൂടി അവിടേക്ക് നോക്കി. ശ്രീജ കണ്ണുകൾ ഇറുക്കി അടച്ച് ആ പുരയുടെ ഭിത്തിയിൽ ചാരി നിൽക്കുന്നു. അവൾ ഇടത്ത് കൈകൊണ്ട് അരുണിൻ്റെ തലയിൽ തലോടുന്നു. 1-2 നിമിഷം എടുത്തു എൽസമ്മയ്ക്ക് സംഗതി മനസ്സിലാവാൻ. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു സ്വർഗീയ അനുഭൂതിയാണ് അരുൺ ശ്രീജയ്ക്ക് നൽകുന്നത്. ആകെ അയ്യേ എന്നായിപ്പോയ എൽസമ്മ കണ്ണുകൾ അവിടെ നിന്നും മാറ്റി മറ്റൊരിടത്തേക്ക് നോക്കി. എൻ്റെ കർത്താവേ എന്ന് മനസ്സിൽ ഉരുവിട്ട് കുരിശ് ലോക്കത്തിൽ പിടിച്ച് എൽസമ്മ ആ ഇരിപ്പിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പിരിമുറുക്കം അല്പം കുറഞ്ഞപ്പോൾ വീണ്ടും അവിടെ എങ്ങും ആരുമില്ലെന്ന് ഒന്നുകൂടെ ഉറപ്പാക്കി എൽസമ്മ വീണ്ടും അവിടേക്ക് നോക്കി. അരുൺ ഗംഭീരം സ്കോറിങ്. ശ്രീജയുടെ ദൈവവിളി അവിടെ അലതല്ലുന്നു. ഒപ്പം പതുക്കെ മതിയിടാ എന്ന് പറഞ്ഞ് അവൻ്റെ തലയിൽ തട്ടുന്നു.
അവളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ആ ചെറുപ്പക്കാരൻ അവൻ്റെ പണി പൂർവാധികം ഭംഗിയോടെ ചെയ്യുമ്പോൾ ശ്രീജ വരിഞ്ഞു മുറുകി നിന്നു. കണ്ണുകൾ ഇരുട്ട് കയറിയതുപോലെ എൽസമ്മയ്ക്ക് തോന്നി. ശരീരം ആകെ വിയർക്കുകയും കുളിര് കോരുകയും ചെയ്യുന്നു. അവിടെ ഇനി ഇരിക്കാൻ കഴിയില്ല. ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എണീറ്റ് മടക്കിയ കുടയും പിടിച്ച് എൽസമ്മ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. അരക്കെട്ടിലാകെ ഉരുണ്ട് കയറുന്ന പോലൊരു വികാരം എൽസമ്മ അറിഞ്ഞു. നടക്കുമ്പോൾ ഓരോ കാൽവയ്പിലും തൻ്റെ തുടയിടുക്കിൽ നിന്നുത്ഭവിക്കുന്ന ഒരിക്കിളി സുഖം ശരീരത്തിലേക്കെല്ലാം മിന്നൽ പിണർത്ത് കൊടുക്കുന്ന പോലെ. ആകാശത്തിരുണ്ട് കയറിയ കാർമേഘം പോലെ കാമമേഘങ്ങൾ എൽസമ്മയുടെ മനസ്സിനെയും മൂടി. ഓഹ്, എന്നതാ കണ്ടേ? ശ്രീജയ്ക്ക് എന്നാ സുഖമായിരിക്കും. ആ ചെറുക്കൻ എന്നതാ ചെയ്തേ? ഷോ, ചാച്ചൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ചില രാത്രികളിൽ എൽസമ്മേ നീ ഇങ്ങി വന്ന് കിടന്നേടി എന്ന് പറയുമായിരുന്നു. കട്ടിലിൽ ചാച്ചൻ പറയുന്ന പോലെ കിടന്നു കൊടുക്കും. ഇങ്ങനെയൊക്കെ ആർക്കറിയായിരുന്നു? ആ ചെറുക്കൻ ഇതൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഇത് കഴിയുമ്പോൾ അവൾ അവനും പരോപകാരം ചെയ്യുമായിരിക്കും. കൊള്ളാം കൊള്ളാം, എന്തൊരു കാര്യവാ. കാലുകൾക്കിടയിലെ ഇക്കിളിപ്പിടുത്തൽ എൽസമ്മയ്ക്ക് മൂർധന്യത്തിലെത്തിയിരുന്നു. കണ്ണുകളിൽ ആകെ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയതിനാൽ ഒരു മരത്തിൽ പിടിച്ച് എൽസമ്മ നിന്നു. പൊടുന്നനെ പൊഴിഞ്ഞുകൊണ്ടിരുന്ന മഴ ശക്തി ആർജിക്കാൻ തുടങ്ങി. നടക്കണമെന്നുണ്ടെങ്കിലും കാലുകൾ അനുവദിച്ചില്ല. എൽസമ്മ അറിയാതെ തന്നെ അവരുടെ ശരീരം ആഗ്രഹപൂർത്തീകരണത്തിലെത്തിയിരുന്നു. മരത്തിൽ ചാരി നിന്ന് ആകെ അസ്വസ്ഥമായിരുന്ന തൻ്റെ അടിവയറ്റിൽ എൽസമ്മ തടവി. മഴ കൊണ്ട് ആകെ നനഞ്ഞു കുതിർന്നിരുന്ന അവിടെ കൈകൾ കൊണ്ട് തൊട്ടപ്പോൾ ഒരു മിന്നൽ പിണറുണ്ടായി. പല കാര്യങ്ങൾക്ക് വേണ്ടി അവരാഗ്രഹിച്ചു. ശരീരത്തിൽ വീണ 1000 മഴത്തുള്ളികളെ ഏൽപ്പിച്ച പ്രഹരം പോലെ കാലുകൾ വിറച്ച് ശരീരമാകെ കുലുങ്ങി എൽസമ്മ അവിടെ ഇരുന്നു. മുഖത്ത് വീണ മഴത്തുള്ളികൾ വിരലിൽ തൊട്ട് എൽസമ്മ വായിൽ വെച്ച് നുണഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ സ്വബോധം വന്നപ്പോൾ സ്വയം ശപിച്ച് കണ്ണുകൾ നിറഞ്ഞ് എൽസമ്മ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് ഉടനെ വരണമെന്ന് കരുതിയതല്ല. പ്രൊജക്റ്റും മറ്റുമായി നല്ല തിരക്കാണ്. പക്ഷെ വെള്ളിയാഴ്ച ആയപ്പോൾ ആൻഡ്രോയിഡ് ഇരിപ്പുറച്ചില്ല. എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണം, എൽസമ്മയെ കാണണമെന്ന ചിന്ത. ഒരാഴ്ച കൊണ്ട് ആൻഡോ എൽസമ്മയെ പറ്റിയുള്ള അവൻ്റെ ചിന്തകൾക്ക് പുതിയൊരു മാനം നൽകി. മമ്മിയെപ്പറ്റി അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? സ്വന്തം മമ്മിയൊന്നും അല്ലല്ലോ. കാമത്താൽ അന്ധനായ ആൻഡോയുടെ മനസ്സ് ഇടയ്ക്കിടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കുണ്ടായ എബിയുടെ ഫോൺ കോളും ആൻഡോയെ ശുദ്ധനാക്കിയില്ല. പാപികൾ സ്വയം പഴുതുകൾ സൃഷ്ടിക്കുമല്ലോ. ആൻറ്റി, എന്തെടുക്കുവാ? ശനിയാഴ്ച രാവിലെ കിടക്കയിൽ കിടന്ന് ആൻഡോ എൽസമ്മയെ വിളിച്ചു. മോനെ, എന്തെടുക്കാനാടാ? കഴിച്ചു കഴിഞ്ഞ് ദേ ഇപ്പോൾ പത്രം വായിക്കുന്നു. ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. എന്താ മോനെ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? അയ്യോ, അതിന് ചോദിക്കാൻ എന്താ, വാ മോനെ. കുളിച്ചിട്ട് കഴിപ്പും കഴിഞ്ഞ് ഒരു ചെറിയ നെഞ്ചിടിപ്പുമായി ആൻഡോ എബിയുടെ വീട്ടിലേക്ക് പോയി. സിറ്റ് ഔട്ട് തൂക്കുകയായിരുന്ന എൽസമ്മയാണ് ആൻഡോ ചെന്നപ്പോൾ കണ്ടത്. ഒരാഴ്ച മുമ്പുള്ള സംഭവമൊന്നും അവരിൽ ചെറിയൊരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നു. ആൻഡോയെ, കയറി വാ. മുഖത്തേക്ക് പെട്ടെന്നൊന്ന് നോക്കി ചിരിച്ച് എൽസമ്മ വൃത്തിയാക്കൽ കഴിഞ്ഞ് അകത്തേക്ക് പോയി. ആൻഡോ ചെരുപ്പുകൾ വെളിയിലിട്ട് അകത്ത് കയറി. അടുക്കളയിലേക്ക് നടന്നു പോകുന്ന എൽസമ്മയുടെ നൈറ്റിക്കുള്ളിൽ തുളുമ്പുന്ന പിന്നഴക് നോക്കി ആൻഡോ ഗസ്റ്റ് റൂമിലെ സോഫയിലിരുന്നു. മോനെ, ഞാൻ ഇപ്പോൾ വരാവേ, എൽസമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. എന്തെടുക്കണമെന്നറിയാതെ ആൻഡോ വെറുതെ മൊബൈലിൽ നോക്കിയിരുന്നു. പതിവില്ലാത്തൊരു നിശബ്ദത തങ്ങളുടെ ഇടയിൽ ഉടലെടുത്തത് അടുക്കളയിൽ നിന്ന് എൽസമ്മയും മുറിയിലിരുന്ന് ആൻഡോയും പറഞ്ഞു. ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എൽസമ്മ ഗസ്റ്റ് റൂമിലേക്ക് വന്നു. ആൻഡോ, ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചിട്ടാ ഇറങ്ങിയേ. ആൻഡോ ചിരിച്ചു. എൽസമ്മയും ചിരിച്ചു. നിശബ്ദത ആകെ വിചിത്രമായപ്പോൾ ഇരുവരും പരസ്പരം നോക്കി വെറുതെ ചിരിച്ചു. പിന്നെ എന്നാ ഉണ്ട് കോളേജിൽ? എൽസമ്മ ചോദിച്ചു. ഓ, എന്നതാ, പ്രൊജക്റ്റൊക്കെയായി നല്ല പണിയാ. ആ, പഠിക്ക്. ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കണ്ട. പഠിക്കുന്ന സമയത്ത് നന്നായി പഠിച്ചാൽ പിന്നെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ.
എൽസമ്മയുടെ മറുപടിക്ക് ആൻഡോ ഒരു ചിരി കൊടുത്തു. വേറെ എന്താലോചിക്കാനാ? അങ്ങനെ അല്ലടാ, നന്നായി പഠിക്കണമെന്ന് പറയുമായിരുന്നു. എൽസമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയി. എബി അച്ചാച്ചൻ വിളിച്ചായിരുന്നോ? അവൻ ഇന്നലെ രാത്രി വിളിച്ചു. ചെറിയൊരു പനിയുണ്ടായിരുന്നു, ഇപ്പോൾ മാറിയെന്ന് പറഞ്ഞു. ആ, എന്നോടും പറഞ്ഞായിരുന്നു. അല്പം കഴിഞ്ഞ് എൽസമ്മ തിരികെ വന്നു. സിന്ദൂരരേഖയ്ക്ക് ഇരുവശവുമുള്ള ചെറിയ നരയൊഴിച്ചാൽ ആൻറ്റിക്ക് പ്രായത്തിൻ്റേതായ മറ്റ് ലക്ഷണങ്ങളില്ല എന്ന് ആൻഡോ മനസ്സിലാക്കി. പ്രായത്താലുള്ള ചെറിയ തടിയുണ്ടെങ്കിലും യുവത്വത്തിൻ്റെ ചെറിയ കണികകൾ അവൻ അവരിൽ കണ്ടു. എൽസമ്മ ആൻഡോയെ നോക്കി ചിരിച്ചു. പിന്നെ വല്ല പ്രശ്നവും ഉണ്ടായോ മമ്മി അവിടെ? എൽസമ്മ ആ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് കണ്ടതുപോലെ ശ്രീജ ചേച്ചി, ആൻഡോ ആവർത്തിച്ചു. ഒന്ന് ചൂളിപ്പോയ എൽസമ്മ ഡൈനിങ് ടേബിളിൻ്റെ കസേര വലിച്ചിട്ട് അതിലിരുന്നു. ഓ ഇല്ല, ആർക്കറിയാം, ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല. കസേരയിലിരുന്ന് തറയിലേക്ക് നോക്കി എൽസമ്മ മറുപടി പറഞ്ഞു. പ്രശ്നം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചേ, പിന്നെ ശ്രീജ ചേച്ചിയെ കണ്ടപ്പോൾ മമ്മി വല്ലതും ചോദിച്ചോ എന്നാ ഞാൻ. ഓ, എന്തോ ചോദിക്കാനാ മോനെ, ഞാനത് അപ്പോഴേ വിട്ടു. നമ്മൾ എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നേ? എൽസമ്മ മറുപടി കൊടുത്ത് ആൻഡോയെ നോക്കി ചിരിച്ചു. ആ, അത് ശരിയാ. കുറച്ച് നിമിഷങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല. മമ്മി, ഞാൻ മമ്മിയോടൊരു കാര്യം ചോദിക്കട്ടെ? ധൈര്യം സംഭരിച്ച ശേഷം ആൻഡോ സംസാരിക്കാൻ ആരംഭിച്ചു. എന്താ മോനെ? ആകാംക്ഷയോടെ, ഒരു ചെറിയ ഭയത്തോടെ എൽസമ്മ ആൻഡോയെ നോക്കി. മമ്മി എന്നോട് ദേഷ്യപ്പെടുവോ? അയ്യോ, എന്തുവാ മോനെ? അതല്ല മമ്മി, ഞാൻ മമ്മിയോട് എൻ്റെ കോളേജിലെ കാര്യവും ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ഒരു ഫ്രീഡം തന്നതിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അയ്യോ, ചോദിച്ചോ മോനെ, അതിലെന്തുവാ? എൽസമ്മ ആൻഡോയെ നോക്കിയിരുന്നു. മമ്മിക്ക് എന്നോട് അന്ന് കണ്ടതിനെ പറ്റിയൊക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? ആൻഡോയുടെ ആ ചോദ്യത്തിൽ എൽസമ്മയൊന്ന് പകച്ചു. ജാള്യതയാൽ പടർന്ന ചിരിക്കും മനസ്സിലുണ്ടായ അസ്വസ്ഥതയെ തണുപ്പിക്കാനായില്ല. അയ്യോ, അതിനെപ്പറ്റി എന്നാ സംസാരിക്കാനാ മോനെ? ആൻഡോയിൽ പൊടുന്നനെ ഒരു ചമ്മലുണ്ടായി. അതല്ല ആൻറ്റി, എനിക്കന്നത് കണ്ടതിൽ പിന്നെ മനസ്സിനൊരു സ്വസ്ഥതയുമില്ല. തീർത്തും അസ്വസ്ഥത ജനിപ്പിച്ച ചോദ്യമെങ്കിലും ആൻഡോയുടെ മുഖത്തെ നിഷ്കളങ്കതയും അവൻ്റെ തുറന്ന മനസ്സും എൽസമ്മയ്ക്ക് അല്പം ധൈര്യം കൊടുത്തു. അയ്യോ, അതൊന്നും സാരമില്ല. അതൊക്കെ അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ തോന്നും. മോൻ ചെറുപ്പമായതുകൊണ്ടാ. ആൻറ്റിക്കും അങ്ങനെ തോന്നിയോ? ആൻഡോ ഒരു പടി കൂടി കടന്ന് ചോദിച്ചു. എന്നതാ മോനെ? സ്വസ്ഥതക്കേട്. എൽസമ്മ ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല. കണ്ടപ്പോൾ വല്ലാതെ തോന്നി, പക്ഷെ അപ്പോഴേ ഞാനത് മറന്നു. എൽസമ്മ ചിരിച്ചു. പിരിമുറുക്കം അല്പം അയഞ്ഞു. തുറന്നുള്ള സംസാരം ഇരുവരെയും അല്പം ശാന്തരാക്കി. ഇതാണോ വലിയ കാര്യം? എൽസമ്മ ഒരു ചെറിയ കളിയാക്കൽ സ്വരത്തിൽ പറഞ്ഞു. അല്പനേരത്തിനു ശേഷം ആൻഡോ തുടർന്നു. മമ്മി ഇതൊക്കെ ചീത്തയാണോ ചെയ്യുന്നത്? എന്ത്? അല്ല, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചീത്തയാന്ന് ആര് പറഞ്ഞു? അയ്യോ, ചീത്തയൊന്നുമല്ല. അല്ല, മമ്മി അന്നത് നാണക്കേടെന്ന് പറഞ്ഞു, അതാ ചോദിച്ചേ. അല്ല മോനെ, അതവരെവിടെയെങ്കിലും സ്വകാര്യമായിട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല. ഇങ്ങനെ തുറന്ന സ്ഥലത്തായതുകൊണ്ടല്ലേ നമ്മൾ കണ്ടേ. അത് ശരിയാ, ആൻഡോ ചിരിച്ചു. ആ, അതാ ഞാൻ പറഞ്ഞേ. മമ്മിക്ക് ഇതിനോട് താല്പര്യമൊക്കെ ഉണ്ടോ? ആൻഡോയുടെ ആ ചോദ്യം എൽസമ്മയെ ആകെ വല്ലാതെയാക്കി. എൽസമ്മയ്ക്ക് നല്ല ദേഷ്യവും വന്നു. എന്നതാ ആൻഡോ, നീ എന്തിനാ ഇങ്ങനത്തെ ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുന്നേ? സ്വരം അല്പം കടുപ്പിച്ച് എൽസമ്മ ചോദിച്ചു. ആ പ്രതികരണത്തിൽ ആൻഡോ ഒന്ന് പകച്ചു. അവരുടെ മുമ്പിൽ തൻ്റെ അന്തസ്സ് അടിയറ വെച്ച പോലെ ആൻഡോയ്ക്ക് തോന്നി. സോറി മമ്മി എന്ന് പറഞ്ഞ് ആൻഡോ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്തോ പറയാൻ വന്നെങ്കിലും എൽസമ്മയുടെ ശബ്ദം പൊങ്ങിയില്ല. ആൻഡോയുടെ ബൈക്ക് പോകുന്ന ശബ്ദം അവർ കേട്ടു.
ആ രാത്രി എൽസമ്മ ഉറങ്ങിയില്ല. രാവിലെ ആൻഡോയുമായി നടന്ന സംസാരം ആകെ അസ്വസ്ഥത നിറഞ്ഞതായിരുന്നെങ്കിലും സോറി മമ്മി എന്ന് പറഞ്ഞ് തല താഴ്ത്തി അവൻ ഇറങ്ങിപ്പോയത് എൽസമ്മയെ വേദനിപ്പിച്ചു. ആൻഡോയെയും സ്വന്തം മകനെപ്പോലെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ്റെ മനസ്സ് വേദനിപ്പിച്ചോ എന്നോർത്ത് എൽസമ്മ വിഷമിച്ചു. രാവിലെ ആൻഡോ ചോദിച്ചതുപോലെ ആരും തന്നോട് ചോദിച്ചിട്ടില്ല. പെട്ടെന്ന് വളരെയേറെ ദേഷ്യം വന്നെങ്കിലും പിന്നീട് ഓർത്തപ്പോൾ അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് എൽസമ്മയ്ക്ക് തോന്നി. ഈ പ്രായത്തിലുള്ള പിള്ളേർ പൊതുവെ ഈ കാര്യങ്ങളെപ്പറ്റി അറിയാൻ താല്പര്യം കൂടുതൽ കാണിക്കും. അവൻ അതുകൊണ്ടായിരിക്കും എനിക്കതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് അവൻ കരുതി കാണും. മമ്മി, ഞാൻ ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ എന്നവൻ ചോദിച്ചതാണ്. പാവം കുഞ്ഞ്. അവൻ്റെ മമ്മിയുടെ അത്രയും പ്രായമുണ്ടെങ്കിലും തന്നോടങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആൻഡോ തയ്യാറായത് ഓർത്തപ്പോൾ എൽസമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവനെ വിളിക്കണം എന്ന് എൽസമ്മ ഉറപ്പിച്ചു. 3 ആഴ്ചയായി ആൻഡോ നാട്ടിൽ പോയിട്ട്. കോളേജും പഠിത്തവും ഒക്കെയായി ആൻഡോ അങ്ങ് ബിസിയായി. നാട്ടിൽ പോയാൽ പള്ളിയിൽ പോകണം. അപ്പോൾ ആൻറ്റിയെ കാണും. ഓർക്കുമ്പോൾ തന്നെ ആൻഡോയുടെ തൊലി ഉരിഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആൻറ്റി വിളിച്ചിരുന്നു. പിന്നെ വിളിക്കാം, തിരക്കാണെന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ വിളിച്ചില്ല. അങ്ങനെ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച ഗ്രൗണ്ടിൽ കളിയും കഴിഞ്ഞ് റൂമിലേക്ക് നടന്നപ്പോൾ എബിയുടെ കോള് വന്നു. നെഞ്ചിടിപ്പോടെ ആൻഡോ ഫോൺ എടുത്തു. ഡാ, നീ എവിടാ? ഞാൻ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ചാച്ചാ. എന്തുണ്ട്? നീ ഇപ്പോൾ നാട്ടിലോട്ടൊന്നും പോകുന്നില്ലേ? നിന്നെ കണ്ടിട്ട് കുറച്ച് നാളായെന്ന് മമ്മി പറഞ്ഞു. പള്ളിയിൽ നിൻ്റെ അമ്മച്ചിയെ കണ്ടപ്പോൾ തിരക്കിയെന്ന് പറഞ്ഞു. എബിയോട് എൽസമ്മ ഒന്നും പറയില്ലെന്നറിയാം. എങ്കിലും എന്തോ ഒരു ഭയമുണ്ടായിരുന്നത് അലിഞ്ഞുപോയി. പോകണമെന്നുണ്ട് ചാച്ചാ, പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാ. ഓ, അപ്പോൾ നീ ഇനി എന്നാ നാട്ടിൽ പോകുന്നേ? എന്താ ചാച്ചാ? ഈ ആഴ്ച ചിലപ്പോൾ പോകും. ആ, നീ പോകുമ്പോഴേ മമ്മിയുടെ ഫോണിൽ സ്കൈപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു കൊടുക്കണം. ആൻഡ്രോയിഡ് ഉള്ളിൽ ഒരു ഇടി വെട്ടി. മമ്മിക്ക് അത് അറിയത്തില്ലയോ? ഇല്ലടാ, ഞാൻ പറഞ്ഞു നോക്കി, നടന്നില്ല. നിന്നോട് പറഞ്ഞോളാം എന്ന് ഞാൻ പറഞ്ഞു. നീ പോയി ശരിയാക്കിയാൽ മതി. ശരി ചാച്ചാ, നോക്കട്ടെ. ഒക്കുമെങ്കിൽ ഞാൻ ഈ ആഴ്ച പോകാം. ഇനി എബിയുടെ വീട്ടിൽ പോകില്ല എന്ന് വിചാരിച്ചതായിരുന്നെങ്കിലും അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ആൻഡോയ്ക്ക് മനസ്സിലായി. പോവുക, അന്തസ്സായി പെരുമാറുക, എബി പറഞ്ഞ കാര്യം ചെയ്യുക, അനാവശ്യമായി ഒന്നും സംസാരിക്കരുത് എന്നൊക്കെ ഉറപ്പിച്ച് ആ ആഴ്ച നാട്ടിൽ പോകാൻ ആൻഡോ തീരുമാനിച്ചു. അമ്മച്ചിയെ കണ്ടിട്ട് 3 ആഴ്ചയുമായി. ശനിയാഴ്ച രാവിലെ ആൻഡോ വീട്ടിൽ നിന്നിറങ്ങി. എൽസമ്മയെ ഫോൺ ചെയ്യാനൊന്നും നിന്നില്ല. എബി പറഞ്ഞിട്ടുണ്ടല്ലോ. ബൈക്ക് ഗേറ്റിന് പുറത്ത് വെച്ച് ആൻഡോ വീട്ടിലേക്ക് ചെന്നു. എൽസമ്മ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ നടന്നു വരുന്ന ആൻഡോയെ നോക്കി എൽസമ്മ ചിരിച്ചു കാണിച്ചു. ശരി, ഞാൻ പിന്നെ വിളിക്കാം. എൽസമ്മ ഫോൺ കട്ട് ചെയ്ത് മോനെ കയറി വാ. കാർപോച്ചിൽ നിന്നിരുന്ന ആൻഡോയോട് ഗസ്റ്റ് റൂമിലേക്ക് കയറിയ എൽസമ്മ സ്നേഹത്തോടെ പറഞ്ഞു. എൽസമ്മയുടെ സ്നേഹത്തോടെയുള്ള ഇടപെടൽ ആൻഡോയിൽ ആശ്വാസം ജനിപ്പിച്ചു. ബിനിമോളാ വിളിച്ചേ. അവർ ഡിസംബർ 29 വരുമെന്ന്. തൻ്റെ മകൾ ഭർത്താവിനൊപ്പം അവധിക്ക് നാട്ടിൽ വരുന്നതിനാൽ എൽസമ്മ ഹാപ്പിയായിരുന്നു. ആഹാ, മമ്മിക്കപ്പോൾ ന്യൂ ഇയർ കമ്പനി ഉണ്ടല്ലോ. ക്രിസ്മസിനും അവർ കാണുമെന്ന് ആദ്യം പറഞ്ഞതാ. അവധി ശരിയായില്ല. സാരമില്ല, ആൻഡോ ഉണ്ടല്ലോ. എൽസമ്മ സോഫയിലിരുന്ന് ആൻഡോയെ നോക്കി ചിരിച്ചു. മോനെ, ചായ എടുത്തേക്കട്ടെ? വേണ്ട മമ്മി, എബിച്ചാച്ചൻ പറഞ്ഞായിരുന്നു മൊബൈലിൽ സ്കൈപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ. അതിനാ വന്നേ. ആ ശരിയാ. എൽസമ്മ അവരുടെ മുറിയിൽ കയറി മൊബൈൽ എടുത്തുകൊണ്ട് വന്ന് ആൻഡോയ്ക്ക് കൊടുത്തു. ശേഷം മറുവശത്തുള്ള സോഫയിലിരുന്നു. ആൻഡോ മൊബൈലിൽ നെറ്റ് ഓണാക്കി പ്ലേ സ്റ്റോറിൽ പോയി സ്കൈപ്പ് ഡൗൺലോഡ് ഓപ്ഷൻ നൽകി. നെറ്റ് സ്ലോ ആയതിനാൽ ഡൗൺലോഡ് സ്പീഡ് ശോകമായിരുന്നു. മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് തൻ്റെ മറുവശത്തിരുന്ന് തന്നെ നോക്കുന്ന എൽസമ്മയെ നോക്കി ആൻഡോ ഒന്ന് ചിരിച്ചു. എന്നിട്ട് മൊബൈലിൽ തന്നെ നോക്കിയിരുന്നു. ശരിയായോ? ഇല്ല, ഇപ്പോൾ ആകും. നെറ്റ് വളരെ സ്ലോ ആണ്. മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാതെ ആൻഡോ പറഞ്ഞു. എൽസമ്മ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണെന്ന് ആൻഡോയ്ക്കറിയാം. പക്ഷേ അവരുടെ മുഖത്ത് നോക്കാൻ അവനൊരു മടി.
ആൻഡ്രോ എന്താ ഇങ്ങോട്ടൊന്നും വരാഞ്ഞേ? കുറേ നാളായല്ലോ. ഫൈനൽ ഇയർ അല്ലേ മമ്മി, അതുകൊണ്ടൊന്നുമല്ല. ഞാനൊന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണോ? എൽസമ്മയുടെ ആ ചോദ്യം ആൻഡ്രോയെ മുള്ളിൽ നിർത്തി. ഒപ്പം എന്തോ ഒരു വിഷമവും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഏയ് അല്ല മമ്മി എന്നുത്തരം നൽകിയപ്പോൾ അറിയാതൊരു തുള്ളി കണ്ണുനീർ ആൻഡ്രോയിൽ നിന്നൊഴുകുന്നത് എൽസമ്മ കണ്ടു. അറിയാത്തൊരു വികാരം എൽസമ്മയിൽ അലതല്ലി. സോഫയിൽ നിന്ന് എണീറ്റ് ആൻഡ്രോയുടെ അടുത്തേക്ക് ചെന്ന് ഇരു കൈകളാൽ ആൻഡ്രോയുടെ കവിളുകളിൽ പിടിച്ചു. മോനെ, എടാ ചെറുക്ക, നീ എന്തിനാ കരയുന്നേ? ഞാൻ കരഞ്ഞതല്ല മമ്മി എന്ന് പറഞ്ഞ് ആൻഡ്രോ കണ്ണുനീർ തുടച്ചു. അയ്യേ നാണക്കേട്, ആമ്പിള്ളേരിങ്ങനെ ആകരുത് കേട്ടോ. മുഖം താഴ്ത്തിയിരുന്ന ആൻഡ്രോയുടെ തലയിൽ അറിയാത്ത എന്തോ പ്രേരണയാൽ എൽസമ്മ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് തലയിൽ തലോടി. അവരുടെ മണവും കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്ത് തൊട്ടപ്പോൾ ഉണ്ടായ കുളിരും അവരുടെ ചുംബനവും ആൻഡ്രോയെ ഉണർത്തി. തല ഉയർത്തി ആൻഡ്രോ എൽസമ്മയുടെ കണ്ണുകളിൽ നോക്കി. എന്താ മോനെ? സോഫയിൽ നിന്നൊരൽപ്പം പൊങ്ങി എൽസമ്മയുടെ കവലിൽ ആൻഡ്രോ ഒരു ഉമ്മ കൊടുത്തു. ഒന്നുകൂടെ കണ്ണുകളിൽ നോക്കിയ ശേഷം അവരുടെ വിടർന്ന് ചുവന്ന ചുണ്ടുകളിൽ ആൻഡ്രോ ഒരു ഉമ്മ നൽകി. അവൻ്റെ സ്നേഹത്തിൽ കുറച്ചു നേരം പകച്ചു നിന്നുപോയി എൽസമ്മ. അല്പം കഴിഞ്ഞപ്പോൾ തിരികെ പോയി കസേരയിലിരുന്നു. മോനെ, ഇതൊന്നും ശരിയല്ല. ആൻഡ്രോ ചുംബിച്ച് തൻ്റെ ചുണ്ടുകളിൽ തൊട്ടുകൊണ്ട് ഭയവും ശാന്തതയും കലർന്ന സ്വരത്തിൽ എൽസമ്മ പറഞ്ഞു. മമ്മി, നമുക്കൊന്ന് തുറന്ന് സംസാരിച്ചാലോ? കണ്ണുകൾ തുടച്ച ശേഷം എൽസമ്മയെ നോക്കി ആൻഡ്രോ പറഞ്ഞു. ശരിയെന്ന് എൽസമ്മ തലയാട്ടി. പക്ഷെ മമ്മി എന്നോട് ദേഷ്യപ്പെടരുത്. മമ്മിക്ക് എന്നോട് എന്തു വേണേലും സമാധാനത്തിൽ പറയാം. ഇല്ല എന്ന് എൽസമ്മ പറഞ്ഞു. മമ്മി, എനിക്ക് മമ്മിയെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ തുറന്നു പറയുന്നേ. എൽസമ്മ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. എനിക്ക് മമ്മിയുമായി എല്ലാം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എൽസമ്മയുടെ വായി വറ്റി വരണ്ടു. പക്ഷെ അവരെ തന്നെ അത്ഭുതപ്പെടുത്തി ദേഷ്യമോ സങ്കടമോ ഒന്നും തോന്നിയില്ല. ശരീരത്തിൽ ഒരു മരവിപ്പുണ്ടായിരുന്നു. ഇതെപ്പോഴോ പ്രതീക്ഷിച്ച പോലെ. എന്തോ പറയാൻ വന്നെങ്കിലും ആൻഡ്രോ വീണ്ടും തുടർന്നു. മമ്മി, എന്തേലും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം വരില്ല. മോനെ, ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മോൻ തന്നെ ഒന്ന് ആലോചിച്ചേ എന്തുവായി പറഞ്ഞതെന്ന്. അറിയാം മമ്മി, പക്ഷേ ഞാനിത് ഒത്തിരി ആലോചിച്ചു. മമ്മി എന്നെ സ്വന്തം മോനെപ്പോലാണ് കാണുന്നതെന്നും എബിച്ചാച്ചൻ്റെ മമ്മിയാണെന്നും എല്ലാം ആലോചിച്ചു. എടാ, നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് നീ പറഞ്ഞ പോലെ എബിമോനോടുള്ള ഇഷ്ടം പോലാ. അല്ലാതെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ പോലുള്ള കാര്യം ചെയ്യുന്നത് മാത്രമാണോ? നീയും എന്നെ മമ്മി എന്നല്ലയോ വിളിക്കുന്നേ? മമ്മി എന്ന് വിളിക്കുന്നതിൻ്റെ ഇഷ്ടം കൊണ്ടല്ലേ, അല്ലാതെ എൻ്റെ മമ്മിയൊന്നും അല്ലല്ലോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മിയല്ലേ. ആൻഡ്രോയുടെ ആ തർക്കത്തിൽ എൽസമ്മ ഒന്നും മിണ്ടിയില്ല. മമ്മി, ഞാനിനി ഒന്നും പറയുന്നില്ല. എൻ്റെ ആഗ്രഹം തുറന്നു പറഞ്ഞപ്പോൾ തന്നെ ആശ്വാസമായി. മമ്മിക്ക് എന്നെ ഇഷ്ടമല്ലെന്നറിയാം. നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോ മോനെ? എടാ, നീ ചെറുപ്പവാ. അതൊക്കെ ചെയ്യുന്നത് കുഞ്ഞുകളിയാണെന്നാണോ? അതിനൊക്കെ മനസ്സും ശരീരവും ഒരു പൊരുത്തമൊക്കെ വേണം. കുറച്ച് നേരം എടുത്തു രണ്ടുപേരും ശ്വാസക്രമം വീണ്ടെടുക്കാൻ. സംഭാഷണം കൊണ്ടുവന്ന തീവ്ര അന്തരീക്ഷം ആ മുറിയിൽ നിറഞ്ഞു. മമ്മി, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? ഞാൻ പറഞ്ഞതുപോലെ മമ്മി ഉള്ളു തുറന്നു പറയണം. എന്തുവാ? മമ്മിക്ക് ഇതിനോടൊന്നും താല്പര്യമൊന്നുമില്ലേ? കള്ളം പറയരുത്. മോനെ, അതാണോ ഇപ്പോൾ വിഷയം? അതാണോ മമ്മി ഞാൻ ചോദിച്ചേ? എൽസമ്മയുടെ നെഞ്ചിരിപ്പ് ഉച്ചസ്ഥായിലായി. ഇതിനോടൊക്കെ എല്ലാവർക്കും താല്പര്യം കാണില്ലേ മോനെ? അങ്ങനെ പറയണ്ടായിരുന്നു എന്ന് മനസ്സ് പറഞ്ഞിരുന്നെങ്കിലും തൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായ ആൻഡ്രോയോട് കള്ളം പറയാൻ തോന്നിയില്ല. അപ്പം മമ്മിക്ക് എന്നോടാണോ ഇഷ്ടമല്ലാത്തേ? മോനെ, എനിക്ക് 50 വയസ്സാകാറായി. ഉടനെ ഒരു അമ്മച്ചിയാകും. മോൻ്റെ ജീവിതം തുടങ്ങിയിട്ടില്ല. ഇത് ഈ പ്രായത്തിൽ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നും. ഒന്നും ആലോചിക്കാതെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് പിന്നെ ജീവിതകാലം മൊത്തം ദുഃഖിക്കും. പഠിച്ച് ജോലിയൊക്കെ ആയി നല്ലൊരു കൊച്ചിനെ കെട്ടിയിട്ട് അതിൻ്റെ കൂടെ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. മോനിപ്പോൾ പഠിക്കാനുള്ള സമയമാകുമ്പോൾ കർത്താവ് തന്നെ ഒരു ഇണയെ കൊണ്ട് തരും. ഇതിനകത്ത് എന്നതാ മമ്മി ദുഃഖിക്കാൻ? അത് മോൻ അറിയാത്ത കൊണ്ടാ.
മമ്മിയുടെ കൂടെ ചെയ്താൽ പിന്നെ ഭാവിയിൽ ഞാൻ സ്വയം പഴിക്കുമെന്നാണോ പറയുന്നത്? ഒരിക്കലുമില്ല. അത് മമ്മിക്ക് എന്നെ അറിയാത്തോണ്ടാ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോറിക്ക് ഒരു ഫൈനൽ പാർട്ട് കൂടിയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് പാർട്ടെന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉടനെ തന്നെ ഇട്ടേക്കാം. അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.